കുറേ ദിവസങ്ങളായിട്ട് നമ്മുടെ വന്ദേ ഭാരതിനെ കുറിച്ചുള്ള നല്ല കുറേ വാർത്തകൾ ഇങ്ങനെ കേൾക്കുകയാണ്. അതായത് കുറഞ്ഞ ചെലവിൽ വിദേശ രാജ്യങ്ങൾ ഇന്ത്യയുടെ വന്ദേ ഭാരത് തിരഞ്ഞെടുക്കുന്നു എന്ന വാർത്തകൾ. നമ്മളൊക്കെ പലപ്പോഴും വിദേശ രാജ്യങ്ങളിലെ ട്രെയിൻ സംവിധാനങ്ങൾ കണ്ട് ട്രെയിനുകൾ കണ്ട് ഒക്കെ കൊതിച്ച ഒരു കാലമുണ്ട്. പലപ്പോഴും സിനിമകളിലൂടെയോ അല്ലെങ്കിൽ ചിത്രങ്ങളിലൂടെയോ ദൃശ്യമാധ്യമങ്ങളിലൂടെ വരുന്ന വിദേശ രാജ്യത്തേക്കുള്ള ഇപ്പോൾ സന്തോഷ് ജോർജ് കുളങ്ങര ചെയ്യുന്നത് പോലെയുള്ള സഞ്ചാരം പോലുള്ള പരിപാടികളിലൊക്കെയാണ് വിദേശത്തെ റെയിൽവേ സംവിധാനങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ ഏറെയും കണ്ടിട്ടുള്ളത്. അവിടെ വളരെ കൊതിപ്പിക്കുന്ന ഭംഗിയോടുകൂടി ട്രെയിനുകൾ പായുന്നത് നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ട്. നമ്മുടെ രാജ്യത്തെ ട്രെയിനുകൾക്കൊന്നും ഈ രൂപമില്ലല്ലോ, ഇത്തരത്തിലുള്ള ട്രെയിനുകൾ നമുക്ക് സ്വന്തമായിട്ടില്ലല്ലോ എന്നൊക്കെ പലരും ചിന്തിച്ചിട്ടുണ്ടാകാം എന്നെപ്പോലെ. അതിനൊരു മറുപടിയായിരുന്നു നമ്മുടെ വന്ദേ ഭാരത്. ഇപ്പോൾ വന്ദേ ഭാരത് എന്ന് പറയുന്നത് ഓരോ ഭാരതീയൻ്റെ ഒരു വികാരമാണ്. നല്ല ട്രെയിനുകൾ നമ്മുടെ രാജ്യത്തും ഓടുന്നു എന്നുള്ള ഒരു വികാരമാണ്. അങ്ങനെ ഇരിക്കെ കുറഞ്ഞ ചിലവിൽ വിദേശ രാജ്യങ്ങൾ ഇന്ത്യയുടെ വന്ദേ ഭാരത് തിരഞ്ഞെടുക്കുന്നു എന്ന വാർത്തകൾ വരുമ്പോൾ നമുക്ക് ഓരോരുത്തർക്കും അഭിമാനിക്കാം. ഇത്രയും നല്ല ഒരു ട്രെയിൻ സംവിധാനം നമ്മുടെ ഭാരതത്തിൽ വന്നതിനും അതിന് നരേന്ദ്രമോദി സർക്കാർ എടുത്ത ആ ഒരു ഇനിഷ്യേറ്റീവിനും. വെറും 120 കോടിക്ക് വന്ദേ ഭാരത് ഓടിക്കാൻ സാധിക്കുമ്പോൾ എന്തിനാണ് അതേപോലുള്ള ഫീച്ചറുകൾക്കായി കോടികൾ മുടക്കുന്നത് എന്ന തീരുമാനം എടുക്കുകയാണ് ഭാരതമല്ല വിദേശ രാജ്യങ്ങൾ. ഇന്ത്യൻ റെയിൽവേയിൽ വിപ്ലവം തീർത്ത വന്ദേ ഭാരത് എക്സ്പ്രസ് വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യാനുള്ള വഴി ഒരുങ്ങുന്നു എന്ന ചില റിപ്പോർട്ടുകൾ വരുന്നു. ചിലി, കാനഡ, മലേഷ്യ തുടങ്ങിയ രാജ്യങ്ങൾ ഇന്ത്യയിൽ നിന്ന് വന്ദേ ഭാരത് ട്രെയിനുകൾ ഇറക്കുമതി ചെയ്യാൻ ശക്തമായ താൽപര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഔദ്യോഗികമായുള്ള നടപടികൾ ഭാവിയിൽ നടപ്പാക്കുമെന്നാണ് പ്രതീക്ഷ. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ വിദേശ രാജ്യങ്ങളിലെ ട്രാക്കിലും ഇന്ത്യൻ നിർമ്മിത വന്ദേ ഭാരത് എക്സ്പ്രസ്സുകൾ ചീറിപ്പായും. അതാണ് നമുക്ക് അഭിമാനിക്കാനുള്ള ഏറെയും ഒരു വലിയ വസ്തുത. അതായത് തദ്ദേശീയമായി നമ്മുടെ രാജ്യത്ത് നിർമ്മിച്ച ട്രെയിൻ മറ്റൊരു വിദേശ രാജ്യത്തിൻ്റെ ട്രാക്കിൽ കൂകി പായുന്നു എന്നുള്ളതാണ് നമുക്കൊക്കെ അഭിമാനിക്കാനുള്ള വക. പലപ്പോഴും മറ്റുള്ള രാജ്യത്തെ വിദേശ നിർമ്മിതമായ ഗ്ലാമറസ് ആയിട്ടുള്ള ട്രെയിനുകൾ കണ്ട് കൊതിച്ച ഓരോ ഭാരതീയനും അഭിമാനത്തോടു കൂടി പറയും, എൻ്റെ രാജ്യത്തുണ്ടാക്കിയ വന്ദേ ഭാരത് ട്രെയിൻ, അത് ആ പേരിൽ പോലും ഭാരതീയത നിലനിൽക്കുന്ന ഒരു പേര്, ആ ട്രെയിനാണ് വിദേശ രാജ്യത്ത് ഇപ്പോൾ ചീറിപ്പായുന്നത്. അത് വേഗതയുടെ കാര്യത്തിലും നമുക്ക് യാതൊരു കോംപ്രമൈസ് ഇല്ലാത്ത ട്രെയിൻ തന്നെയാണ് വന്ദേ ഭാരത്. നിരവധി കാരണങ്ങൾ കൊണ്ടാണ് വിദേശ രാജ്യങ്ങൾ വന്ദേ ഭാരത് ട്രെയിനുകൾ ഇറക്കുമതി ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത്. അത് എന്തൊക്കെയാണ് നമുക്ക് ഒറ്റ നോട്ടത്തിൽ പരിശോധിക്കാം. ഒന്നാമത് കുറഞ്ഞ ചെലവ് തന്നെയാണ് വന്ദേ ഭാരതിലേക്ക് വിദേശ രാജ്യങ്ങളെ ആകർഷിക്കാനുള്ള പ്രധാന കാരണം. മറ്റു രാജ്യങ്ങളിൽ ഉൽപ്പാദിപ്പിക്കുന്ന അതേപോലുള്ള ട്രെയിനുകളുണ്ട്. അതിന് സാധാരണ 160 മുതൽ 180 കോടി രൂപ വരെ വില വരുമ്പോൾ ഇന്ത്യ വന്ദേ ഭാരത് നിർമ്മിക്കുന്നത് വളരെ കുറഞ്ഞ ചിലവിലാണ്. വിശ്വസിക്കില്ല, 120 മുതൽ 130 കോടി രൂപ വരെ മാത്രമാണ് ഇന്ത്യയിൽ നിർമ്മിക്കുന്ന വന്ദേ ഭാരതിന് ചിലവ് വരിക. 100 കിലോമീറ്റർ വേഗത കൈവരിക്കാൻ വെറും 52 സെക്കൻഡ് മതി എന്നത് മറ്റൊരു അതിശയിപ്പിക്കുന്ന അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ്. ജപ്പാനിൽ നിർമ്മിക്കുന്ന ബുള്ളറ്റ് ട്രെയിനിന് ഈ വേഗത, അതായത് നമ്മുടെ നാട്ടിലെ വന്ദേ ഭാരത് കൈവരിക്കുന്ന ആ വേഗത കിട്ടണമെങ്കിൽ 54 സെക്കൻഡ് എടുക്കുമ്പോഴാണ് നമ്മുടെ വന്ദേ ഭാരത് 52 സെക്കൻഡിൽ അത്രയും വേഗത എടുക്കുന്നത്. മറ്റു വിദേശ രാജ്യങ്ങളിൽ നിർമ്മിക്കുന്ന ട്രെയിനുകളുടെ രൂപകൽപ്പനയേക്കാൾ എന്തുകൊണ്ടും മികച്ചതാണ് വന്ദേ ഭാരത് ട്രെയിനുകളുടേത് എന്ന് പറയുമ്പോൾ അതും അഭിമാനിക്കാനുള്ള ഒരു വക. കാരണം തദ്ദേശീയമായി നമ്മൾ ഉണ്ടാക്കുന്നതാണ്. വിമാനത്തേക്കാൾ 100 ഇരട്ടി താഴ്ന്ന ശബ്ദ നിലവാരം ഉൽപ്പാദിപ്പിക്കുകയും കുറഞ്ഞ ഊർജ്ജ ഉപഭോഗവും അത് വന്ദേ ഭാരതിൻ്റെ മറ്റു ചില പ്രത്യേകതകൾ. ഭാരതത്തിന്റെ വന്ദേ ഭാരത് ട്രെയിനുകൾ ആഫ്രിക്കയിലും മധ്യേഷ്യയിലും കുതിച്ചുപായുമെന്ന ഒരു റിപ്പോർട്ട് നേരത്തെ പുറത്തു വന്നിരുന്നു. വന്ദേ ഭാരത്, വന്ദേ മെട്രോ ട്രെയിനുകൾ കയറ്റുമതി ചെയ്യാൻ പൊതുമേഖലാ സ്ഥാപനമായ BEML ലിമിറ്റഡ് ഇതിനകം തന്നെ തയ്യാറായിട്ടുണ്ട്. നിരവധി വന്ദേ ഭാരത് ട്രെയിനുകൾ BEML രാജ്യത്തിനകത്ത് ഡെലിവർ ചെയ്തു കഴിഞ്ഞു. ഇന്ത്യയിൽ വളരെ വലിയ ഒരു വിജയമായി മാറിയ വന്ദേ ഭാരത് ട്രെയിനുകൾക്ക് വിദേശത്തും ആവശ്യക്കാർ ഉണ്ടാകും എന്ന് തന്നെ മനസ്സിൽ കണ്ടുകൊണ്ട് തന്നെയാണ് അതിൻ്റെ രൂപകൽപ്പന അന്ന് നിർവഹിച്ചത്. ആ രൂപകൽപ്പനയുടെ ആ ഒരു ഭംഗി അല്ലെങ്കിൽ ആ രൂപകൽപ്പനയിലെ ആ വൈദഗ്ധ്യം അത് എന്തായാലും ഇപ്പോൾ ഒരു നല്ല റിസൾട്ട് തരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ദക്ഷിണാഫ്രിക്ക, ആസിയാൻ രാജ്യങ്ങൾ, മധ്യേഷ്യൻ രാജ്യങ്ങൾ തുടങ്ങിയവയാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് എക്കണോമിക് ടൈംസിന് നൽകിയ ഒരു അഭിമുഖത്തിൽ കമ്പനി ചെയർമാൻ ശന്തനു റോയ് ഒരു അവസരത്തിൽ പറഞ്ഞിരുന്നു. ഈ വിപണികളിൽ വന്ദേ ഭാരത് ട്രെയിനുകൾക്ക് വിപണി കണ്ടെത്താൻ കഴിഞ്ഞേക്കും എന്ന പ്രത്യാശയും അദ്ദേഹം പ്രകടിപ്പിച്ചിരുന്നു. രാജ്യത്തിന് വേണ്ടിയുള്ള ഉൽപ്പാദനത്തിലാണ് ഇപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. അധികം താമസിയാതെ കയറ്റുമതിയിലേക്ക് തന്നെ കടക്കാൻ കഴിയും എന്നായിരുന്നു തുടക്കത്തിൽ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ. 4% BEMLന്റെ ഇപ്പോഴത്തെ കയറ്റുമതി. ഇത് 10% ഉയർത്തുക എന്ന ലക്ഷ്യം കൈവരിക്കാൻ അധികം താമസമില്ല എന്ന് വേണം ഇപ്പോൾ ഈ വരുന്ന റിപ്പോർട്ടുകളിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത്. പ്രതിരോധ ഉൽപ്പന്നങ്ങളാണ് BEMLന് ഇതുവരെയും വിദേശത്ത് നിന്നുള്ള പ്രധാന വരുമാനമെങ്കിൽ ട്രെയിൻ കയറ്റുമതി കൂടി ചേരുമ്പോൾ വരുമാനം വലിയ രീതിയിൽ ഉയർത്താൻ സാധിക്കും എന്ന് തന്നെയാണ് BEML പ്രതീക്ഷിക്കുന്നത്. 3 മേഖലകളിലാണ് കമ്പനി പ്രധാനമായും ഫോക്കസ് ചെയ്യുന്നത്. 1 ഡിഫൻസ്, 2 മൈനിങ്, 3 മെട്രോയും റെയിലും. ഈ സെഗ്മെന്റുകൾ ഓരോന്നിനും പ്രത്യേകം CEOമാരുണ്ട്. അതുവഴി കൂടുതൽ ലക്ഷ്യകേന്ദ്രിതമായി പ്രവർത്തിക്കാൻ അവർക്ക് സാധിക്കുന്നു, പ്രവർത്തനങ്ങളെ കാര്യക്ഷമമാക്കാൻ സാധിക്കുന്നു. അതൊക്കെ തന്നെയാണ് വന്ദേ ഭാരതിന്റെ വിജയത്തിന് പിന്നിലുള്ള ആ ഒരു എഫേർട്ടിന് കാരണമാകുന്നതും ഈ ഒരു കേന്ദ്രീകൃതമായിട്ട്
പണിയെടുക്കുന്ന കേന്ദ്രീകൃതമായിട്ട് വർക്ക് ചെയ്യുന്ന ആ ഒരു സിസ്റ്റം തന്നെയാണ്. മുൻ വർഷങ്ങളെക്കാൾ മികച്ച നിലയിലേക്ക് ലാഭം വളർത്താൻ തങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്ന് BML പറയുന്നു. മേക്ക് ഇൻ ഇന്ത്യ ഇനിഷ്യേറ്റീവ് ശക്തമാക്കാനുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത്. നിലവിൽ വന്ദേ സ്ലീപ്പർ ട്രെയിനുകളുടെ നിർമ്മാണവും നടക്കുന്നു. സ്ലീപ്പറിന്റെ പ്രോട്ടോടൈപ്പ് കുറച്ചു മാസങ്ങൾക്കുള്ളിൽ പുറത്തിറങ്ങും എന്നൊരു വിവരം ഓഗസ്റ്റിൽ വന്നിട്ടുണ്ടായിരുന്നു. ഓഗസ്റ്റിൽ വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനിന്റെ ആദ്യ പ്രോട്ടോടൈപ്പ് റെയിൽവേ പുറത്തിറക്കിയേക്കും എന്നായിരുന്നു റിപ്പോർട്ടുകൾ വന്നത്. എന്തായാലും വന്ദേ ഭാരത് എക്സ്പ്രസ് യാത്ര ചെയ്യുന്ന ജീവനക്കാർക്ക് ടിക്കറ്റ് നിരക്കിന് ചിലവായ തുക നൽകുമെന്ന് ഗുജറാത്ത് സർക്കാർ പറഞ്ഞു. അത്രത്തോളം അട്രാക്റ്റീവാണ് വന്ദേ ഭാരതിലെ യാത്രയും വന്ദേ ഭാരത് എന്ന ട്രെയിനും വന്ദേ ഭാരതിലെ യാത്രക്കാരാകാൻ നമ്മുടെ ജനങ്ങൾ ആഗ്രഹിക്കുന്നതുമൊക്കെ. എന്തായാലും വന്ദേ ഭാരത് എന്ന ആ ഒരു മികച്ച ട്രെയിനിലൂടെ ഭാരതത്തിന്റെ യാത്രാ സംവിധാനങ്ങൾ എത്രമാത്രം മികച്ചതാകുന്നു എന്ന വിദേശീയരുടെ മുന്നിൽ എത്തിക്കാൻ സാധിച്ചു എന്നത് തന്നെയാണ് മറ്റൊരു നേട്ടം. നമ്മുടെ ട്രെയിനുകൾ എല്ലാ രാജ്യത്തും ലോകം മുഴുവൻ ചിരിപ്പാകാൻ നമുക്കും പ്രാർത്ഥിക്കാം. അതിലൂടെ ഭാരതത്തിന് ഒരുപാട് വികസനത്തിലേക്ക് പോകാൻ കഴിയുന്നത് കൂടാതെ ഭാരതത്തിൻ്റെ സാമ്പത്തിക നിലവാരം അതുപോലെ ഭാരതത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളൊക്കെ ഉയർന്ന വിപണികൾ കീഴടക്കുന്ന ഒരു സാഹചര്യമൊക്കെ അധികം താമസിയാതെ നമ്മുടെ രാജ്യത്ത് സംജാതമാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം, പ്രത്യാശിക്കാം. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.